നോട്ട് നിരോധനം പോലെ ജി എസ് ടി വന്നതുപോലെ ഇപ്പോൾ ജി എസ് ടിയിലെ ഒരു അപ്ഡേറ്റും നമ്മളെ തിരക്കി വന്നിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുകൾ ഈ ദിവസങ്ങളിൽ മരുന്നിൻ്റെ ജി എസ് ടിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജി എസ് ടി ചേഞ്ചസ് നമ്മുടെ ആശുപത്രികളെ എങ്ങനെയെല്ലാം ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ബാധിക്കില്ല എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത് ഗ്രേപ്സ് ഐഡിയന്മാരിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മരുന്നുകൾ വിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്നത് പലപ്പോഴും MRPയിലാണ്. ചില ഹോസ്പിറ്റലുകളിൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കൊടുക്കാറുണ്ട്. പ്രോഫിറ്റിൽ നിന്നൊരു പെർസെൻറ്റേജ് പേഷ്യൻസിന് ബെനിഫിറ്റ് കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ കുറച്ച് ആണ് സെയിൽ ചെയ്യുക. സെയിൽ റേറ്റിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. MRP അല്ലാതെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റേതായ സെയിൽ റേറ്റ്. അതെന്ത് തന്നെയാണെങ്കിലും നമ്മൾ റിവേഴ്സ് കാൽക്കുലേഷനിൽ കൂടെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്രോഡക്റ്റ് നമ്മൾ 118 രൂപയ്ക്ക് വിൽക്കുകയും 18% ടാക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ പ്രൈസ് 100 രൂപയും 18 രൂപ അതിൻ്റെ ടാക്സുമാണ്. ഇപ്പോൾ പേഷ്യൻറ്റിൽ നിന്ന് ഈ 18 രൂപ ടാക്സ് മേടിക്കുമ്പോൾ അത് മുഴുവനും നമ്മൾ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടി വരാറില്ല. അതിൻ്റെ കാരണം ഈ പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് പ്രൈസ് ചിലപ്പോൾ 50 രൂപയായിരിക്കും. അതിൻ്റെ 18% 9 രൂപ അപ്പം തന്നെ നമ്മൾ ടാക്സ് അടച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു 118 രൂപയ്ക്ക് വിറ്റപ്പോൾ 18 രൂപ നമുക്ക് ടാക്സ് കിട്ടിയതിൽ നിന്ന് ആദ്യം പർച്ചേസ് ചെയ്ത് പഠിച്ച 9 രൂപ കുറച്ചിട്ട് ബാലൻസ് 9 രൂപയാണ് നമ്മൾ ഗവൺമെൻറ്റിന് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് അടയ്ക്കാൻ നേരം നമ്മൾ ചിലവഴിക്കുന്ന പൈസ. കാരണം ആൾറെഡി നമ്മൾ പർച്ചേസ് സമയത്ത് കോസ്റ്റിൻ്റെ ടാക്സ് അടച്ചതാണ്. പിന്നെ പ്രോഫിറ്റിൻ്റെ ടാക്സ് മാത്രം അടച്ചാൽ മതി. ഇത് MRPയിൽ നിന്ന് അല്ലെ സെയിൽസ് റേറ്റിൽ നിന്ന് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താണ് GSTR1 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനകത്ത് B2Cs വരുന്ന ആ കൺസോളിഡേറ്റഡ് ടാക്സ് പെർസെൻറ്റേജസ് എല്ലാം തന്നെ ഇത്തരത്തിൽ കാൽക്കുലേറ്റഡ് ആണ്. HSN റിപ്പോർട്ടായാലും എല്ലാം തന്നെ ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ടാക്സിൻ്റെ വേരിയേഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം തന്നെ 0% ടാക്സിലേക്ക് മാറിയിട്ടുണ്ട്. അത് 5%-ലും 12%-ലുമാണ് കിടന്നിരുന്നത്. അത് 5%-ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വളരെ അധികം മരുന്നുകൾ 12%-ൽ നിന്ന് 5%-ലേക്ക് മാറിയിട്ടുണ്ട്. 18%-ലും 28%-ലും ഉണ്ടായിരുന്ന റെയറായിട്ട് കുറച്ച് മരുന്നുകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ 5%-ലേക്ക് മാറിയിട്ടുണ്ട്. വൈറ്റമിൻസ്, സപ്ലിമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ 18%-ൽ നിലനിൽക്കുന്നത്. ബാക്കി എല്ലാ മരുന്നുകളും 5%-ലേക്കോ അല്ലെങ്കിൽ എക്സെപ്റ്റഡിലേക്കോ മാറിയിട്ടുണ്ട്. ഒരു 12% ടാക്സ് ഉള്ള പ്രോഡക്റ്റ് എക്സെപ്റ്റഡിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ 0%-ലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ 12% ടാക്സ് ഉള്ള പ്രോഡക്റ്റ് ഇപ്പോൾ 100 രൂപ ടാക്സബിൾ പ്രൈസ് ആയി എങ്കിൽ 112 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 50 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ 50-ന്റെ 12% 6 രൂപ കൊടുത്ത് 56 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. 6 രൂപ ആൾറെഡി ടാക്സ് നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി നമ്മളിത് എക്സെപ്റ്റഡ് ആകുമ്പോൾ ഈ 100 രൂപയുടെ പ്രോഡക്റ്റിൽ നമുക്ക് 1 രൂപ പോലും ടാക്സ് ചുമത്താൻ കഴിയില്ല എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും 100 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 100 രൂപയ്ക്ക് തന്നെ വിൽക്കേണ്ടി വരും. അത് MRP അല്ല, ഈ 12% റീകാൽക്കുലേറ്റ് ചെയ്തതാണ്. അതായത് ഒരിക്കലും പ്രോഡക്റ്റ് പ്രൈസിന് മേളിലല്ല ടാക്സ് മെഡിസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെഡിസിന് MRP ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ 112 രൂപ MRP അവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 112 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ 112 രൂപ വിൽക്കുമ്പോൾ 1 രൂപ പോലും അത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാതെ 0% ടാക്സബിൾ റേറ്റായിട്ട് 112 രൂപ കാണിക്കാം. അപ്പോഴും 6 രൂപ നമ്മൾ ടാക്സ് അടച്ചു കഴിഞ്ഞു. ബാക്കി 6 രൂപ ഇവിടെ അടയ്ക്കണമായിരുന്നു, അത് അടയ്ക്കാതിരിക്കാം. അതർവൈസ് നമുക്കിത് പേഷ്യൻറ്റിന് ബെനിഫിറ്റായിട്ട് കൊടുക്കാം. ഈ പ്രോഫിറ്റിൻ്റെ 50 രൂപയാണ് ഇവിടെ പ്രോഫിറ്റ്. ആ 50 രൂപയുടെ ടാക്സായ പ്രോഫിറ്റിൻ്റെ ടാക്സ് 12% ടാക്സായ 6 രൂപ അവിടെ കുറയ്ക്കാം. മീൻസ്
106 ഈ പ്രോഡക്റ്റ് വിൽക്കാം. ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്കൊരു 12% ടാക്സ് ആയിരുന്നു സീറോയിലേക്ക് പോകുമ്പോൾ 12% നമുക്കവിടെ കുറയ്ക്കാൻ പറ്റില്ല. കാരണം ആൾറെഡി നമ്മൾ 6% ടാക്സ് പർച്ചേസ് ചെയ്തപ്പോൾ അടച്ചുപോയി. പ്രോഫിറ്റിൻ്റെ 12% കുറയ്ക്കുക. അതായത് 6 രൂപയാണ് ഈ ഒരു കേസിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ പേഷ്യൻറ്റിന് ബെനിഫിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാൻ പറ്റും നമുക്ക്. പക്ഷേ റീറ്റെയിലർക്ക് ഒരിക്കലും MRP മാറ്റാനുള്ള റൈറ്റ് ഇല്ല. MRP മാറ്റേണ്ടത് മാനുഫാക്ചറാണ്. മാനുഫാക്ചറർ MRP മാറ്റി ലിസ്റ്റ് തരാത്തിടത്തോളം നമുക്ക് ആ MRP മാറ്റാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് പേഷ്യൻറ്റിന് ഈ 6 രൂപയുടെ ബെനിഫിറ്റ് കൊടുക്കാൻ കഴിയുക? അത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കാൻ പറ്റും. നമ്മൾ 6 രൂപ കുറച്ച് കൊടുക്കുന്നു. MRP 112 രൂപയാണ്. 6 രൂപ നമ്മൾ ടാക്സ് കാരണമുള്ള ഡിസ്കൗണ്ട്, അവിടെ ടാക്സിൽ വന്ന വേരിയേഷൻ കൊണ്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഇത്തരത്തിലാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മൾ അബദ്ധത്തിലൊരു പ്രോഡക്റ്റ് ആ MRPയിൽ വിറ്റുപോയാൽ പേഷ്യൻ്റ് കേസിന് പോകുമോ? കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നതാണ്. അതൊരു മാനുഷിക പരിഗണനയും മര്യാദയുമാണ് നമ്മൾ കുറച്ച് കൊടുക്കുക. അബദ്ധത്തിലൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ കിടന്ന് അതിൻ്റെ ബില്ലും എടുത്തിട്ട് ഒരാൾ കോടതിയിൽ പോയാൽ ആ കേസൊന്നും നിലനിൽക്കില്ല. കാരണം MRP പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് MRPക്ക് മേളിൽ നമ്മൾ പണം വാങ്ങിയാൽ മാത്രമാണ് അതൊരു ഒഫൻസ് ആകുന്നത്. നമുക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ കഴിയുന്നത്. MRPയെ ക്രോസ് ചെയ്തിട്ടില്ലാത്തടത്തോളം അതൊരു ഒഫൻസ് ആവില്ല. സ്വാഭാവികമായിട്ടും അബദ്ധത്തിലൊരു പ്രോഡക്റ്റ് കിടന്നാൽ അത് MRPയെ ക്രോസ് ചെയ്യില്ല. ഇനി മാനുഫാക്ചറർ അത് പബ്ലിക് ഡൊമൈനിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ MRP 112 ആയിരിക്കുമ്പോൾ ഇത്രാം തീയതി മുതൽ 22-ാം തീയതി മുതൽ ഇതിൻ്റെ MRP 106 രൂപയായിട്ട് പരിഗണിക്കണം എന്ന് അതിൻ്റെ മാനുഫാക്ചറർ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ നമുക്കായിട്ട് MRP മാറ്റാൻ പറ്റില്ല. അത് റൂള് അങ്ങനെ അനുവദിക്കുന്നില്ല. നമ്മളെ കൂട്ടാനും നമുക്ക് അനുവാദമില്ല. MRP എങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് MRPക്ക് താഴെ വയ്ക്കാം. അത് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മുടെ സെയിൽസ് റേറ്റ് ആക്കിയിട്ട് നമുക്ക് താഴേക്കൊരു റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് സെയിൽസ് റേറ്റാണ്, MRP അല്ല. അപ്പോൾ ഈ തരത്തിലുള്ള മാറ്റങ്ങളെ നമുക്ക് ഗ്രേപ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. GSTയുടെ പുതിയ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഗ്രേപ്സ് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണെന്ന് ഉറപ്പുവരുത്തുക. 22-ാം തീയതി മിഡ് നൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിംഗ് സ്ട്രക്ചറിൽ ചേഞ്ചസ് തന്നെ വന്നുകൊള്ളും. ഓർക്കണേ, ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ആ ചേഞ്ചസ് എല്ലാം നമ്മളവിടെ വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്, നമുക്ക് ഇതിൽ ഡേറ്റയുടെ മാനേജ്മെൻ്റ് ഉണ്ട്. കുറച്ചധികം HSN കോഡുകൾ ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട അതിൻ്റെ ടാക്സ് റേറ്റുകളെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ചെയ്യാം. ഇനി അത് കറക്റ്റ് ചെയ്യുന്നതിന് ഗ്രേപ്സിൽ നിന്ന് സപ്പോർട്ട് വേണ്ടുന്ന ഹോസ്പിറ്റൽ, ഇത്ര ആയിരക്കണക്കിന് ഹോസ്പിറ്റൽ അക്രോസ് ഇന്ത്യ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 21-ാം തീയതി രാത്രി ആ ഒരു മാറ്റത്തിന് ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് വേണ്ടുന്നവർക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ അത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഞാൻ ഈ ഒരു GSTയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ വീഡിയോയുടെ താഴെ അത് ചോദ്യങ്ങളായിട്ട് കമൻ്റ് ഇടാം. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ തരാൻ കഴിയുന്ന തരാം. ഒരുപാട് പേരിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് തൊട്ടു പുറകെ തന്നെ ആൻസർ ഒരു വീഡിയോ ആയിട്ടും തരാനായിട്ട് ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കൺഫ്യൂഷൻസ് വേണ്ട. ഇത് MRPയിൽ തന്നെയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾക്കും ഒരു കേസ് ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് പേഷ്യൻറ്റിന് ഇത് ബെനിഫിറ്റ് ചെയ്യണം എന്നത് ഒരു ആവശ്യമായ കാര്യമാണ്. അതിന് നമുക്ക് ആ റേറ്റുകളെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മാനേജ് ചെയ്യുന്നതിന് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും തന്നെ ഹോസ്പിറ്റലിന് വരില്ല. ആൾറെഡി നമുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള GST റേറ്റ് ക്ലെയിം ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. അത് ക്ലെയിം ചെയ്യാം. ഒരിക്കലും ആ ക്ലെയിം ചെയ്യുമ്പോൾ ഇത് 0% പോയി എന്നതുകൊണ്ട് പർച്ചേസ് സമയത്ത് നമ്മളടച്ച GST എമൗണ്ട് ക്ലെയിമിൽ കിട്ടാതിരിക്കില്ല. സോ അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് GSTR 1-ലും GSTR 2-ലും വരാൻ പോകുന്ന ചേഞ്ചുകൾ പീരിയോഡിക്കലി ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഓൾറെഡി ഇത് അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ തന്നെ പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നു കഴിയുമ്പോൾ ചില ചേഞ്ചസ് GST കൗൺസിൽ പറയാറുണ്ട്. ആ ചേഞ്ചസും ഏറ്റവും അന്നത്തെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ്റെ കൂടെ
അവൈലബിൾ ആയിരിക്കും.